ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കുന്നത് നല്ല നാച്ചുറൽ ആയിട്ടൊരു ഫേസ് വാഷിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിലെ പാടുകൾ മാറാനും മുഖത്തിലെ കലകൾ മാറാനും മുഖത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുവിധം പരിഹാരം കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള അടിപൊളി ഒരു ഫേസ് വാഷ് ആട്ടോ ഇത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം. പൊന്നമ്പലവാസനേ അന്നദാന പ്രഭുവേ കർപ്പൂര പ്രിയനേ അച്ചൻകോവിലയ്യനേ സ്വാമിയേ ഹരിഹരസുതൻ അഖിലഭരിതനയ്യൻ അയ്യപ്പ സ്വാമി. രാവിലെ നല്ല തിരക്കിലാണ് കേട്ടോ. രാവിലെ ദോശ, ഒരടുപ്പത്ത് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ അടുപ്പത്ത് ചോറ് കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. കടലക്കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി കേട്ടോ. എല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കിയേ. തേങ്ങ അരയ്ക്കാതെ നല്ല മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി കടലക്കറി. മെഴുക്ക് വരട്ടി ആയിട്ടില്ല കേട്ടോ. പൊടികളൊന്നും മുളക് പൊടിയൊന്നും ചേർത്തില്ല. നന്നായിട്ടൊന്ന് വെന്തിട്ട് പൊടിയൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുഞ്ഞാവയ്ക്കൊക്കെ ഇന്ന് മത്സരമാണ് കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ പോകണം. അപ്പം പിന്നെ നേരത്തെ എണീറ്റു. കുഞ്ഞാക്കും ഇതാ നേരത്തെ കുളി കഴിഞ്ഞ് ശരണൊക്കെ വിളിച്ച് എൻ്റെ കൊച്ചിനെ ചന്ദനം തൊടുന്നു. ഞാൻ വിചാരിച്ച മോത് തേച്ച് വെക്കുവാന്ന് വിചാരിച്ചേ. അമ്മ തേച്ചൊക്കെ രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ. എണീക്കാനൊക്കെ മടിയായിരുന്നു. പക്ഷെ നമുക്ക് എണീറ്റല്ലേ പറ്റുള്ളൂ. ദോശയുടെ പാത്രത്തിന്റെ സൈഡിൽ പിടിച്ചതാണ്, അതുകൊണ്ട് മറിച്ചിടാൻ പറ്റിയില്ല. ഈ ദോശയുടെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവർക്ക് നെയ്യിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്താലും നല്ലതാണ്, പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പം ദോശ ചുട്ട് കഴിയാറായേ. ചൂടൻ ദോശ ചുട്ട് കഴിയാറായി. ഇനി ബീട്രൂട്ട് അടുപ്പത്ത്, ബീട്രൂട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ചോറിന് ഇവർക്ക് കൊടുത്തു വിടുന്ന ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, അച്ചാറും പിന്നെ കുറച്ച് കടലക്കറി അതും കൂടെ ആണ് കൊടുത്തു വിടുന്നത്. അപ്പൊ ഒന്ന് വേഗം ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ. അങ്ങനെ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ. രാവിലത്തെ തിരക്കും കഴിഞ്ഞു. കുറച്ച് തുണി കഴുകാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടെന്ന് എല്ലാ പണി നേരത്തെ കഴിഞ്ഞിട്ട്. അപ്പോൾ നേരത്തെ എണീറ്റത് കൊണ്ട് നേരത്തെ പണികളെല്ലാം തീർന്നു. ഈ പക്ഷികളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടോ? എന്തോരം പക്ഷികളാണ് വന്നേന്ന് നോക്കിക്കേ, എന്ത് രസമാണ്. അപ്പം നമ്മുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ടിപ്സിലായിട്ട് അങ്ങ് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അതുപോലെ തന്നെ ഉപയോഗിച്ച് നോക്കി. 2 തവണ ഉപയോഗിച്ച് നോക്കിയുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് മുഖമൊക്കെ നല്ല സോഫ്റ്റ് തോന്നി. പിന്നെ നല്ല രസം തോന്നിയിട്ടുണ്ട് കാണാൻ. മുഖമൊക്കെ കൂടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, പിന്നെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നതൊക്കെ തോന്നിയായിരുന്നേ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേസ് വാഷായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഒന്ന് നോക്കാം എന്തൊക്കെ സാധനം വെച്ചാണ് ഇന്നത്തെ ഫേസ് വാഷ് എന്ന് കേട്ടോ. നല്ല സൂപ്പറാട്ടോ. നല്ല മുഖക്കൂരുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയാണ്. മുഖക്കൂരൊക്കെ വേഗം തന്നെ പോയി കിട്ടും. പിന്നെ അതുമാത്രമല്ല മുഖം നല്ല ക്ലിയർ ആകും. എല്ലാം ഗുണങ്ങളും ചേർന്ന ഒരു ഫേസ് വാഷാണോ. അതായത് മുഖം നല്ല ക്ലിയർ ആവാനും മുഖത്തിലെ കുരു പോകാനും പാടുകൾ പോകാനും കലകൾ മാറാനും എല്ലാ സാധനം മാറാനും പറ്റിയ അടിപൊളി ഒരു ഫേസ് വാഷാണ് കേട്ടോ. നമ്മൾ എത്ര ഫേസ് വാഷ്, നമ്മൾ കെമിക്കൽ ഫേസ് വാഷൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, ഇതുപോലെ നാച്ചുറൽ ഫേസ് വാഷ് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ കിടിലനായിരിക്കും. അപ്പം നമുക്ക് നേരെ തന്നെ നമ്മുടെ ഫേസ് വാഷ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ് വാഷിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ആര്യവേപ്പ്. കണ്ടില്ലേ, ആര്യവേപ്പ് ഇതാ
കാറ്റിൽ കിടന്നിങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് മതി കേട്ടോ, ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല മതി. അപ്പം ഞാൻ വേഗം ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം വലിയ മരമാണ്. വലിയ മരമാണ്. അപ്പോൾ ഒരു കമ്പെടുത്ത് ഇങ്ങനെ ചാച്ച് പറിക്കണം. അപ്പം ഞാൻ വേഗം ഒന്ന് ആര്യവേപ്പിൻ്റെ ഇല ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇതാ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല മതിയേ. എനിക്കിതാ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല പറിക്കാൻ മുറ്റത്തേക്കല്ല പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു തേങ്ങ ഇതാ മുളച്ചിരിക്കുന്നത് കണ്ടിട്ടോ. ആ കേട്ടു. ഇതാ ഒരു മുളച്ച തേങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടേ. ഇതിവിടെ വെച്ച ശരിയാവില്ല കേട്ടോ, ഉണ്ണിക്കുട്ടിന് ഇതെല്ലാം കളയും. അതുകൊണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് വാഷിന് ആര്യവേപ്പിൻ്റെ ഇല മാത്രം പോരാ, നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഞാനിതാ ആര്യവേപ്പൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കൊണ്ടുവന്നതാണേ. കണ്ടില്ലേ, നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പൊടികളും ഇട്ടുകാലി വലയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കഴുകിയത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും എടുത്തോളൂ ആര്യവേപ്പ്. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. ഇതാ റോസ് വാട്ടറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെയോ നല്ല തൈര് കണ്ടോ, കട്ട തൈര് കേട്ടോ, തൈരും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അലോവേറ കേട്ടോ. അലോവേറ കുറച്ചേ ഉള്ളേ, ഒറ്റ നേരം ഉപയോഗിക്കാനുള്ള അലോവേറ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെ കുറേ എടുത്തിട്ട് മുഖത്തും കയ്യിലും കാലിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തു. ഭയങ്കര തണുപ്പായിരുന്നേ. അപ്പം ഞാനതൊക്കെ തേച്ച് കൊടുത്തപ്പോഴത്തെ ദൈവമേ നാളെ എനിക്ക് ഫേസ് വാഷ് ഉണ്ടാക്കണമല്ലേ ഇങ്ങനെ ഓർത്തിട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നോക്കി, അവിടെ നിന്ന് ഇവിടുന്ന് കൈകൊണ്ട് ഇച്ചിരി വടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സാധനം മതി കേട്ടോ. ഒന്നുകൂടെ പറയാവേ. ഇതാ ആര്യവേപ്പിൻ്റെ ഇല വേണം, റോസ് വാട്ടർ വേണം, തൈര് വേണം, തൈരാണ് കേട്ടോ, തൈര് വേണം, അലോവേറ വേണം. ഈ 4 സാധനങ്ങൾ വേണം കേട്ടോ. ഇത് നമ്മൾ കിഡിലെ മുത്തശ്ശിയില്ലേ, യൂട്യൂബ് ചാനലിലെ കിഡിലെ മുത്തശ്ശി ചാനൽ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ മുത്തശ്ശിയുടെ കൊച്ചുമോളുണ്ടല്ലോ അമ്മു. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കണത്. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാവേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല, ഇത് ഞാൻ മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇല, ഈ കമ്പൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഈ ഇല മാത്രം അങ്ങ് മതിയേ. നന്നായിട്ട് നോക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ഇനി പ്രത്യേകിച്ച് നോക്കൊന്നും വേണ്ടേ. അപ്പം ഞാനിത് ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് അതിൻ്റെ കമ്പെല്ലാം കളഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ആര്യവേപ്പിൻ്റെ ഇലയിൽ നമ്മൾ കുറച്ച് റോസ് വാട്ടറില്ലേ, ഈ റോസ് വാട്ടർ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പം കുറച്ച് റോസ് വാട്ടർ ചേർത്താൽ മതി. നമ്മൾ വെള്ളം ചേർക്കരുത്, നമ്മൾ റോസ് വാട്ടർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അത് അരിഞ്ഞ് കിട്ടാനുള്ള രീതിയിലുള്ള റോസ് വാട്ടർ അതിൽ ചേർത്തോളൂ കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേഗം തന്നെ വരാവേ. ഞാനിത് ആര്യവേപ്പും റോസ് വാട്ടറും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അരച്ചെടുക്കാൻ മാത്രമല്ല, ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും വന്നിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ അലോവേറ ജെൽ ചേർക്കണം. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന അലോവേറ ജെല്ലാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഉള്ളവർക്ക് അതെടുത്തോളൂ. പക്ഷേ ഇവിടെ അത് തീർന്നു. ഞാൻ മുടിക്കും മുഖത്തിനും ഉള്ള എടുത്തെടുത്ത് അത് തീർന്നു പോയിട്ടോ. അപ്പോൾ എനിക്കിത് ഒരു 1/4 സ്പൂണ് അലോവേറ ജെല്ലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഡെപ്പിലുള്ളതെല്ലാം തീർന്നു പോയിട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പുതിയത് മേടിക്കുന്ന. അപ്പോൾ ഇതാ കുറച്ച് കണ്ടില്ലേ, ഒരു 1/4 ഭാഗം കേട്ടോ, ഒരു സ്പൂണിൻ്റെ 1/4 ഭാഗമാണ് അലോവേറ ജെല്ല് എടുത്തത്. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് തൈര് ചേർക്കാം കേട്ടോ. ഇത്രയും മതിയേ, ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. സ്പൂണ് വേണം തന്നെ ഇല്ല കേട്ടോ, കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കില്ലേ, കുറച്ച് വെള്ളമൊക്കെ നനച്ച് നമ്മൾ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുമല്ലോ, അതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതിയേ. ഇപ്പോൾ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം അങ്ങ് കുറയും കേട്ടോ. ഇതെൻ്റെ പിരികൊക്കെ നോക്കി ഒരു പച്ച കളറായി. ചെറിയ രീതിയിൽ മസാജ് പോലും ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവേ. അപ്പം മുഖക്കുരു മാത്രമല്ല, ഈ കലകളും പാടുകളും ഈ കരുവാളിപ്പും ഒക്കെ മാറാൻ നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. നമ്മൾ കടകളിൽ എത്ര വില കൂടി ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ മുഖത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്നല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല കേട്ടോ. തൈര് നല്ല ഇച്ചിരി കട്ടയുള്ളൊരു തൈരായിരുന്നേ. അതുകൊണ്ട് നമ്മൾ ഈ ഫേസ് വാഷും ഈ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ അങ്ങ് അരച്ച് വെക്കുമ്പോൾ ഒരു കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ അങ്ങ് തേച്ചപ്പോൾ എനിക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നേ. അപ്പോൾ നമുക്ക് രാവിലെ എല്ലാ ദിവസവും നമുക്ക് രാവിലെ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇച്ചിരി ആര്യവേപ്പിൻ്റെ ഇലയും റോസ് വാട്ടറും കൂടി അരച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യാനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ അരച്ചെടുത്തത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി നാളത്തേക്കും കൂടി ഉള്ളതുണ്ടല്ലോ. അപ്പം ഇന്ന് ഞാൻ അലോവേറ ജെല്ലൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർന്ന കാര്യം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഞാൻ ഓർത്തതേ. എല്ലാം അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അലോവേറ ജെല്ല് തീർന്നു പോയല്ലോ ഈശ്വരാന്ന് ഓർത്തത്. പിന്നെ ഞാൻ ഇവിടെ നിൽക്കൂ തപ്പി തപ്പി പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ തപ്പി 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 എനിക്ക് കിട്ടി. അങ്ങനെ ഇതാ മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഇച്ചിരി എന്താ പറയുക, ഒരു വെണ്ണ പോലെയാണ് ഇരിക്കുന്നത്. നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഭയങ്കര ഒരു വെണ്ണ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ അലോവേറ ജെല്ലിൻ്റെ ഈ ആര്യവേപ്പൊക്കെ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ചത് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ കാണാം കേട്ടോ. 2-3 മിനിറ്റ് വരെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കാണാവേ. മുഖത്ത് തേച്ചിട്ട് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കഴുകി കളയാവേ. അപ്പോൾ നാച്ചുറലായ ഫേസ് വാഷൊക്കെ നമുക്ക് 1-2 മിനിറ്റൊക്കെ നമ്മുടെ മുഖത്ത് വെച്ച ശേഷം വേണം കഴുകി കളയാനേ. അപ്പോൾ ആര്യവേപ്പിൻ്റെ ആ കയ്പ്പ് വായിലോട്ടങ്ങ് വന്നിട്ടോ, നല്ല കയ്പ്പ്. അപ്പോൾ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നുട്ടോ. അപ്പോൾ നോക്കിക്കേ, മുഖം നല്ല ക്ലിയർ ആണ് കേട്ടോ. ക്ലിയർ മാത്രമല്ല നല്ല തിളക്കമുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ഫേസ് വാഷാണ്. നോക്കിയേ, എൻ്റെ മുഖം കഴുത്ത് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അത് നമ്മൾ കഴുത്തിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ, ഞാൻ മുഖത്ത് മാത്രമല്ല തേച്ചുള്ളൂ. അപ്പം ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ദിവസം നമുക്ക് ഉപയോഗിക്കാം. അപ്പം അലോവേറ ജെല്ലല്ല, ആര്യവേപ്പിൻ്റെ ഇലയും റോസ് വാട്ടറും കൂടി അരച്ചെടുത്ത നീരുണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാം കേട്ടോ. തൈരും അലോവേറ ജെല്ലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മിക്സ് ചെയ്ത് തേച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ എൻ്റെയിലും ആര്യവേപ്പിൻ്റെ ഇല അരച്ചത് ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് നാളെ ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിലെ പാടുകളൊക്കെ മാറും, കുരുക്കളൊക്കെ മാറും, മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും കേട്ടോ. ഈ കെമിക്കൽ ഫേസ് വാഷിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലത്തെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷ് അല്ലേ. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് പിന്നെ അലോവേറ ജെല്ല് ഇച്ചിരി അങ്ങ് കുറഞ്ഞു പോയായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. സ്കിന്നൊക്കെ നല്ലൊരു നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. തൈരും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. തൈര് മാത്രമല്ല, അലോവേറ ജെല്ല് കുറച്ച് എടുത്തായിരുന്നല്ലോ, അപ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നാളെ ഞാൻ എടുക്കുമ്പം ഇത്തിരി കൂടുതൽ അലോവേറ ജെല്ല് എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ തൈര് എടുക്കുമ്പോൾ ഒത്തിരി കട്ടിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ. കട്ടി കുറഞ്ഞ ഇച്ചിരി ലൂസ് പരുവമുള്ള തൈരില്ല, അതെടുക്കുവാണെങ്കിലാണ് ഇച്ചിരി കൂടെ നല്ലെന്ന് തോന്നും. ഈ കട്ടിയുള്ള തൈര് എടുക്കുമ്പോൾ ചിലപ്പം ഓയിൽ പോലെ നമുക്ക് മുഖത്തൊക്കെ തോന്നും കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഓയിലായിട്ട് നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഭയങ്കര കിളികളുടെ ശബ്ദം കേട്ടോ, ഉണ്ടോ, ഭയങ്കര ഒച്ചയും ബഹളവുമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എന്നോട് എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഇവന്മാർ ഭയങ്കര ഒച്ചയും ബഹളമാണല്ലോ. എവിടെയൊന്നും കാണുന്ന പോലില്ല കേട്ടോ. വെയിൽ വന്നപ്പോഴത്തേക്കേ കിളികളെല്ലാം കൂടെ അങ്ങ് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മുഖക്കുരു പോവും, മുഖക്കുരു പാട് പോകും, മുഖം നല്ല ക്ലിയർ ആവും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ റോസ് വാട്ടറും കൂടി ചേർത്ത് അരച്ച് ഇച്ചിരി കൂടുതൽ അങ്ങ് എടുത്ത് വെച്ചോളൂ കേട്ടോ. കേടാവില്ല, ഫ്രിഡ്ജിനകത്തല്ല വെക്കുന്നത്, ഒന്നും കേടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിക്കാനുണ്ട്. ഇന്ന് തല കഴുകുന്ന ദിവസമുണ്ട്. ഇന്ന് ഞാൻ തല കഴുകില്ലായിരുന്നു, മിനിഞ്ഞാന്ന് തല കഴുകിയായിരുന്നു. ഇന്ന് ഞാൻ തല കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നു, എന്തായിരുന്നു, കട്ടൻ ചായയും ചെമ്പരത്തിപ്പൂവും വെച്ചുള്ള ആ ഒരു പാക്കില്ലേ, അതാട്ടോ ഇന്ന് ഞാൻ തേക്കണത്. മുടി നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഞാൻ നുണ പറയല്ല, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ. മുടി നല്ല സോഫ്റ്റ് ആകും, നല്ല എന്താ പറയുക, നല്ലൊരു തൊടുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ ഒത്തിരി ഇങ്ങനെ ചുരുണ്ട മുടികളുണ്ടാവില്ലേ, ഭയങ്കര റഫായിട്ടിരിക്കുന്ന മുടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു പാക്ക് നമ്മൾ തേക്കുമ്പോൾ മുടി നല്ല സോഫ്റ്റ് ആവും, മുടിയിലെ താരനൊക്കെ മാറും കേട്ടോ. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പോൾ ഇന്നും ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കാം. അപ്പം ഞാനിതാ വലിയ ചെമ്പരത്തിയാണ് ഇന്ന് പറിച്ചെടുക്കുന്നത്. അമ്പടാ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിളപ്പിച്ച് ഇപ്പോഴേ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ കുളിക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ചൂടൊക്കെ ആറി അതിൻ്റെ ആ കളറും അതൊക്കെ അങ്ങ് ഇളകി കിട്ടുമല്ലോ. മൂന്നെണ്ണ കിട്ടിയുള്ളേ, ബാക്കിയുള്ള മണ്ടയില കണ്ടോ, ഈ സൈഡിലുണ്ട്. വീഴാതൊക്കെ നോക്കണം, കാരണം എന്തുകൊണ്ടോ ഇവിടെ ചവിട്ടിയപ്പോൾ താഴെ കിടക്കും. ഞാൻ ഏറ്റവും കുന്നിൻ്റെ മുകളിലല്ലേ നമ്മുടെ വീട്, ഏറ്റവും കുന്നിൻ്റെ മുകളിലല്ല, ഇതിനേക്കാളും കുന്നിൻ്റെ മുകളിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും വേണമായിരുന്നു. പറിച്ചു, ഇത്രയും മതി കേട്ടോ. ഇത്രയും ചെമ്പരത്തി മതി. അതായത് ഒരു 6 ചെമ്പരത്തിപ്പൂ പറിച്ചിട്ടുണ്ട്. ഈ 6 ചെമ്പരത്തിപ്പൂ മതി നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാൻ കേട്ടോ. ഇത് മാത്രമല്ല, ഇതിന് കൂടെ ചായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.